ഹലോ ഗൈസ്, നമ്മളിങ്ങനെ ഓൾ കേരള പോകുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച്. ഫ്രണ്ടിൽ കിടക്കുന്ന 2 ടയർ പുതിയതാണ്. ബാക്കിലുള്ള 2 ഏകദേശം കാലാവധിക്ക് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ബാക്കത്തെ 2 ടയറും മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോളോൻ്റെ ടയറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. 13 ഇഞ്ചിൻ്റെ. പിന്നെ 3500 ആ ഒരു റേഞ്ചാണ് മിക്ക കടകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. അവിടെ തന്നെ അലൈൻമെൻറ്റും പിന്നെ അതുപോലെ തന്നെ വീൽ ബാലൻസിങ്ങും ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവിധ ചെക്കപ്പും നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ടയറിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡിഫൻഡർ വന്നിട്ടുണ്ട്, ഒരു കിടിലൻ കിണ്ണക്കാച്ചി സാധനം. നമ്മുടെ ഫ്രണ്ടിലുള്ള 2 ടയറും പുതിയതാണെന്ന് പറഞ്ഞല്ലോ, അതെടുത്ത് ബാക്കിലേക്ക് ഇടാനാണ് പ്ലാൻ. അങ്ങനെ ബാക്കത്തെ ടയറും അഴിച്ചു നോക്കിയതിന് ശേഷമാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ആ ഒരു സൈഡിലത്തെ വീല് ജാമായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ അടുത്ത പണി കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ ഞങ്ങൾ അത് അടുത്ത ഷോപ്പിൽ കാണിക്കാനായിട്ട് പോകുന്നുണ്ട്. ആദ്യം ഈ ഒരു ടയറൊക്കെ മാറ്റിയിട്ടതിന് ശേഷം വീൽ അലൈൻമെൻറ്റും അതുപോലെ തന്നെ വീൽ ബാലൻസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കാണിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതിപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഈ ടയർ മാറ്റുന്നതൊക്കെ നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര രസമുണ്ടാകും. ഈ ഒരു ടയറിൻ്റെ ഭാഗത്താണ് വീല് ജാമായി കിടക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് അവിടുത്തെ ചേട്ടന്മാർ തന്നെ വണ്ടി അങ്ങോട്ടേക്ക് കയറ്റി. അതിന് മുമ്പ് ടയർ ഇങ്ങനെയാണ് അഴിച്ചെടുക്കുന്നത് അവിടെ. പണ്ടൊക്കെ ഞാൻ അച്ഛൻ്റെ കാറിനൊക്കെ ഇതേമാതിരി ടയർ അഴിക്കുമ്പോൾ ഭയങ്കര പാടുപെടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പാടൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ ഈ ഒരു മെഷീനൊക്കെ ഉള്ളത് അടിപൊളിയായിട്ട് പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ നമ്മുടെ വണ്ടി വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീല് ജാമായതിനെ തുടർന്നിട്ട് ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ്. ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ടയറും കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വീല് ജാമായിക്കുന്നവർ കണ്ടെത്തി. മാത്രമല്ല അവിടുത്തെ ബ്രേക്ക് സിലിണ്ടർ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറ്റാനായിട്ടാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഷോപ്പിലുണ്ടായിരുന്നില്ല, അത് മേടിക്കാനായിട്ട് ആളെ വിട്ടിട്ടുണ്ട്. കുറേ നേരം അവിടെയും അങ്ങനെ ഞങ്ങൾ പോസ്റ്റായി. ഏകദേശം 400 രൂപയുടെ അടുത്താണ് ഈ ഒരു സംഭവത്തിന് വില എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളവിടെ പോസ്റ്റ് കൊടും വെയിലായിരുന്നു. അതൊക്കെ കൊണ്ട് അവരും വെയിൽ കൊള്ളുന്നുണ്ട്, നമ്മളും വെയിൽ കൊള്ളുന്നുണ്ട്. നമ്മളങ്ങനെ അവിടെ ഉണ്ടാ ഷോപ്പ് കൊടുത്തേക്കണ വണ്ടി. ഇവിടെ സർവത്ത് കുടിക്കാൻ വന്നേക്കാം. സർവത്തിൻ്റെ കടക്കാരനെ കാണാനില്ല, അയാളിപ്പോൾ വരുമെന്ന് പറഞ്ഞേക്കണേ. ഇവിടെയും പോസ്റ്റാണ്. വണ്ടിയുടെ വീല് എന്തോ ജാമായി കിടക്കുക, ബാക്കിലത്തെ ഒരു വീല്. അപ്പോൾ അത് ശരിയാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ എന്തോ ബ്രേക്ക് സിലിണ്ടറോ ബ്രേക്ക് ഫ്ലൂയിഡോ അങ്ങനെ എന്തോ സംഭവം കേടുവന്നേക്കാം. അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 400 രൂപ പൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ 2 ടയർ മാറ്റി. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ വണ്ടി കാണിക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സ് വാങ്ങാൻ പോയേക്കാം ആൾക്കാർ. മരം കൊണ്ടുപോയി. ഓക്കെ, എന്തിനാണ് പോകുന്നത്? നമ്മളിപ്പോൾ സ്റ്റിക്കർ അടിക്കാൻ പോകട്ടോ. അതെ, പേരൊക്കെ മാറ്റാൻ പോവാണ്. വണ്ടിയുടെ പേര് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് ആ പേര്? സർപ്രൈസ് ആണോ അതിപ്പോ പറയാ? സർപ്രൈസ് ആണ്, എന്തായാലും കാണും ആൾക്കാർ. പ്ലീസ് പ്ലീസ്. ഹലോ ഗൈസ്, നമ്മുടെ സ്റ്റിക്കർ അടിക്കലതിന് മൂഞ്ചേക്കാണ്. ഓൾറെഡി 4 വണ്ടി ഉണ്ട്. ഒരു വണ്ടിക്ക് അടിക്കണമെങ്കിൽ 1.5 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ പിന്നെ പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ തൽക്കാലം ടയർ, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, ഒരു ടയർ എന്തോ വീൽ ജാമായി കിടക്കായിരുന്നു, അത് റെഡിയാക്കി. ഇപ്പം നേരെ വീട്ടിലേക്ക് പോവാം. ടയർത്ത് പൊളിച്ച് ഗൈസ്. നല്ല ചൂടാണ്. ചൂടാ, നല്ല ചൂടല്ല, ചൂട്. എ സി ഒക്കെ ഫുള്ള് ഓ ഗൈസ്, വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പം കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഓട്ടോ ഏഡ് വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടർ മോട്ടർ എന്തോ പണി കിട്ടിയിട്ടുണ്ട്, അത് ശരിയാക്കണം. പിന്നെ ബാറ്ററി പുതിയതാക്കണം. അങ്ങനെ ചില്ലറ പണിയൊക്കെ ഉണ്ട്. വലിയ യാത്ര പോകുമ്പോൾ അതൊക്കെ ശരിയാക്കണമല്ലോ.
ഗൈസ് നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്താണ് കേട്ടോ. രണ്ട് നാനോ കിടക്കണം നോക്കിയാൽ ഒക്കെ വർക്ക്ഷോപ്പിൽ പണിക്ക് വന്നാണ് കേട്ടോ. അതിൽ രണ്ടാമത് കിടക്കുന്ന നാനോല്ലേ അത് സെയിലിനുള്ള അത്ര. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു കുറച്ചാണ്ട് നടന്നപ്പോൾ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും ഒപ്പം കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ കഴിക്കാൻ തുടങ്ങും. അവർ ഫുഡ് കഴിക്കണം. ഗൈസ് നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഒരു ഫുഡ് കഴിക്കാൻ പോയേക്കട്ടോ. ഇതേ ഈ സാധനമാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏകദേശം 5 മണി 6 മണിയായപ്പോഴാണ് ഈ സാധനം വന്നത്. സംഭവം അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് ചുമ്മാ പഴയതെടുത്തിട്ട് അവിടെ പുതിയ ഫിറ്റ് ചെയ്താൽ മതി. പക്ഷേ നാനോയുടെ അതുപോലെ തന്നെ ചില വണ്ടികളുടെ നമ്മുടെ ഈ ഒരു സെന്നസ്റ്റിലോ അതിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു എന്താ പറയുക എഞ്ചിൻ്റെ ഏറ്റവും താഴെയായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഘടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മെക്കാനിക്ക് മുർഷി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി. വണ്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പിന്നെ ആ ഒരു വീൽ ജാം വന്നപ്പോൾ ബ്രേക്ക് സിലിണ്ടർ ഒരു സൈഡ് മാത്രം മാറിയിട്ടുണ്ടായിരുന്നു. മാറ്റണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 2 സൈഡും അല്ലെന്നുണ്ടെങ്കിൽ 4 സൈഡ് ഒരുമിച്ച് മാറ്റണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്തായാലും അവിടെ ഒരുപാട് വണ്ടി വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗിൽ പല പാർട്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ബ്രേക്ക് സിലിണ്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഓർമ്മയിൽ പറയണതാണ് സംഭവം. അതിൻ്റെ ശരിക്ക് പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് 3 ദിവസത്തെ കാര്യങ്ങളാണ്. ആദ്യം ടയർ മാറ്റി. പിന്നെ അടുത്ത ദിവസം വീട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഈ ഒരു സ്റ്റാർട്ടർ പ്രോബ്ലം, അതായത് സ്റ്റാർട്ടിങ്ങിന് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി സ്റ്റാർട്ടർ മോട്ടർ മാറ്റണം എന്ന് പറഞ്ഞത്. അങ്ങനെ അത് 2ാമത്തെ ദിവസമാണ് അത് മാറ്റിയത്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വന്നേക്കുന്നത്. അതായത് ലീഗലായിട്ടുള്ള സ്റ്റിക്കറാണ് ഇപ്പോൾ നമ്മൾ അടിക്കുന്നത്. 50% 4 ഭാഗത്ത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും 70% ആണ്. ഫ്രണ്ടിൽ മാത്രം നമ്മൾ അടിച്ചിട്ടില്ല നിലവിൽ. പിന്നെ വണ്ടിക്കൊരു പേരിടണം എന്ന് പറഞ്ഞിരുന്നല്ലോ. വണ്ടിക്ക് പേര് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വലിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് പുറകിലായിട്ടൊന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ വലിയ അത്യാഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കാറിൻ്റെ പണിയായിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ പോസ്റ്റ് കിട്ടാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും. ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു 1.5 മണിക്കൂറൊക്കെ പിടിക്കും. പിന്നെ നമ്മൾ പേരൊക്കെ ദേ ആ ഒരു പ്രിൻ്ററിലാണ് സാധനം വരുന്നത്. നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പതിപ്പിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പേരുണ്ടല്ലോ ചെറുതായി പോയി എന്നൊരു സംശയം. പിന്നെ അവിടെ പുറകിലായിട്ടൊരു ബ്ലാക്ക് ബാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായെന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി പോയിട്ട് ആ ഒരു പേര് കുറച്ചും കൂടി വലുതാക്കാൻ വേണം. അവിടെ ഒരു ബ്ലാക്ക് ബാർ വെച്ചാലോ കൊള്ളാവുന്നൊരു ചിന്തയുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടാ. അത് ബാക്കിൽ ആ ഒരു ചാനലിൻ്റെ പേരൊട്ടിച്ചൊന്നും വലിയ കുഴപ്പമില്ല, വലിയ ബോറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്രണ്ടിൽ പേരിട്ടത് ചെറുതായി പോയോ എന്നൊരു സംശയം. അങ്ങനെ നമ്മൾ വണ്ടിയുടെ പുറകിൽ ചാനലിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഇടുന്നത് നമ്മൾ ചാത്തൻ്റെ പേരിടുന്നത് വിഷ്ണുമായ ചാത്തൻ്റെ. അതിൽ വിഷ്ണുമായ എന്ന് മാത്രമാണ് ഫ്രണ്ടിലിടുന്നത്. ഓക്കെ ഗായ്സ് നമ്മളിങ്ങനെ പേരൊട്ടിച്ചു. എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താണ് പേരെന്ന്. കൂളിംഗ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? ഫ്രണ്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ചെയ്തിട്ടില്ല, സൈഡ് ബാക്കാണ് ചെയ്തത്. നല്ലൊരു മാറ്റുള്ള ചെറുതായിട്ട് തണുപ്പ് കൂടുന്ന പോലെ ഉണ്ടല്ലേ? അത് തോന്നണ ഉപയോഗിച്ചാൽ അറിയാം. ഗ്ലാസ് താഴ്ത്തണ്ടെന്ന് പറഞ്ഞു ദിവസം മൊത്തം. അതെ. എത്രയായി ഇത് ടോട്ടൽ? 2,100. 2 പേരും പിന്നെ ബാക്കും സൈഡും കൂളിങ്. ഗൈസ് നമ്മളിപ്പോൾ കൂളിംഗ് ഒട്ടിച്ചിട്ടാ.